ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാക്കൂൾ VFX സ്റ്റുഡിയോ. ആദ്യം തന്നെ നമ്മളൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് കമാൻഡ് ഓർ കൺട്രോൾ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരില്ല. നിങ്ങളുടെ ഫൂട്ടേജിനനുസരിച്ച് 4K ആണോ HD ആണോ സെലക്ട് ചെയ്യുക, അതേപോലെ ഫ്രെയിം റേറ്റും സെലക്ട് ചെയ്ത് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടേക്ക് നമുക്ക് വേണ്ട ഒരു ഫൂട്ടേജ് ആഡ് ചെയ്യാം. അതിൽ നമ്മൾ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. വേണ്ട ഭാഗങ്ങൾ മാത്രം ആഡ് ചെയ്യുക. പിന്നെ ഇത് വെറും ട്യൂട്ടോറിയലായിട്ട് മാത്രം കാണുക. ഇതൊരിക്കലും ഒരു VFX വർക്കല്ല. ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ഒരു ട്യൂട്ടോറിയലാണ്. അതിൻ്റെതായ പരിമിതികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യുന്ന ഗ്രീൻ സ്ക്രീനിൽ കൃത്യമായിട്ട് ലൈറ്റ് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. കുട്ടിയുടെ, അതായത് നമ്മൾ ആരാണോ ഹീറോനെ ആഡ് ചെയ്യുന്നത് അവരെ മേലെ നല്ലപോലെ ലൈറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എടുക്കുക, ഇല്ലെങ്കിൽ സൈഡൊക്കെ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ലൈറ്റിംഗ് തന്നെയാണ് മെയിനായിട്ട് പ്രധാനം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടി നിൽക്കുന്ന സമയത്ത് കാലിങ്ങനെ ഡയറക്റ്റ് നിൽക്കുന്ന പോലെ അല്ലാതെ ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ബാക്കിൽ എന്തെങ്കിലും പലക എന്തെങ്കിലും വെച്ച് കൊടുക്കുക. കുട്ടീനേക്കാളും നല്ല വലിയ ആളാണെങ്കിൽ വിരലിൽ ഊന്നി നിൽക്കാന്ന് പറയില്ല, വിരലിൽ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കിട്ടും. ഷൂ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് കിട്ടും. അതേപോലെ ഒരു ഷാൾ എന്തെങ്കിലും, ഡിങ്കനൊക്കെ ഡിങ്കൻ വേണ്ട, സൂപ്പർമാനൊക്കെ ഇടുന്ന പോലെ എന്തെങ്കിലും ഷാൾ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണി ലോഗയിൽ ഇട്ട പോലെ എന്തെങ്കിലും ഷാൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഫാന് കൊടുത്ത് ചെറിയൊരു ആട്ടം, ഒരു പാറി കളിക്കില്ലേ, അതേ ഒരു എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ ഒരു കാര്യം ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ക്യാമറയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാമറയിൽ ലൈറ്റിങ് മാറിക്കളിക്കാതെ, അതായത് ഓട്ടോ മോഡിലില്ലാതെ ഫോക്കസിങ്ങും ലൈറ്റിങ്ങും മാറിക്കളിക്കാതെ മാനുവൽ മോഡിലിട്ട് ലൈറ്റും ഫോക്കസും കൃത്യമായിട്ട് വെക്കുക. എന്നാൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് കിട്ടും. ട്രൈപോഡിലിട്ട് അനങ്ങാത്ത രീതിയിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം നമ്മൾ ഈ വീഡിയോ എടുത്ത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഫ്യൂഷൻ്റെ അകത്താണ് ചെയ്യുന്നത്. കൺഫ്യൂഷൻസ് ഇത്തിരി ഉണ്ടെങ്കിലും കൂടെ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവ് അറിയാത്തവരാണെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരിയൊക്കെ അറിയാം, അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഒരു പെയ്ഡ് കോഴ്സ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഫ്യൂഷനിൽ കയറി ഇനി കൺഫ്യൂഷൻസ് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് മാക്സിമം സിമ്പിളായിട്ടാണ് പറയുക. കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഡൗട്ടുകളൊക്കെ ആണ് നമുക്ക് കമൻറ്റിലൂടെ തീർക്കാം. വലിയ വലിയ ഡൗട്ടുകളാണെങ്കിൽ നമുക്ക് ഫ്യൂഷൻ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാനിവിടെ 2 നോഡുകൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് സ്പേസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ലേഔട്ട് പ്രീസെറ്റ് കണ്ടോ, അതിൻ്റെ അകത്ത് ഫ്യൂഷൻ പ്രീസെറ്റിൻ്റെ അകത്ത് മിഡ് ഫ്ലോ വെർട്ടിക്കൽ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. ഞാൻ ആദ്യം തന്നെ ഈ മീഡിയ ഇന്ന് മീഡിയ ഔട്ടിലേക്ക് പോകുന്ന ഈ ഒരു ലൈൻ, ഇതിൻ്റെ പേരെന്താണ്, പൈപ്പ് ലൈൻ ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. കൺഫ്യൂഷൻസ് ഒന്നും വരരുത്. ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇനി ഞാൻ ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് ഷോർട്ട് കട്ട് അടിച്ചുകൊണ്ട് സെലക്ട് ടൂൾ എന്നുള്ള ഈ ഒരു ടൂൾ മെനു ഓൺ ചെയ്തിട്ട് ഇവിടേക്ക് BG എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡിനെ ഞാൻ ആഡ് ചെയ്ത് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെലക്ഷൻ പോകും. ഏതെങ്കിലും നോഡ് സെലക്റ്റഡ് ആണെങ്കിൽ എൻ്റെ ചുറ്റും റെഡ് കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സെലക്റ്റഡ് അല്ല. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്നും ഡ്രാഗ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം കേട്ടോ. 2 രീതിയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. പൈപ്പ് ലൈൻ കണക്ഷൻസ് ഇനി പറയാൻ പോവുകയാണ്. ആദ്യത്തെ മീഡിയ ഇന്ന് കണ്ടോ, ഇവിടെ ഞാനൊരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഈ തൊട്ട് താഴെയുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാണ്. ഈസിയാണ്. തൊട്ട് താഴെയുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇവന്മാരെ ഞാൻ ഒന്നും കൂടെ ഇത്തിരി ഇവിടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണേ അറിയോ, ഈ 2 പേരും മിക്സ് ആയിരിക്കുന്ന ഈ ഒരു മെർജ് കണ്ടോ, ഈ മെർജ് 1 എന്നുള്ള മെർജ് നിന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ച ശേഷം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു മെർജ് ഇവിടെ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഈ മെർജിൻ്റെ അകത്ത് നിന്ന് പൈപ്പ് ലൈൻ വലിച്ച് ഔട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കൺഫ്യൂഷൻസ് ഒക്കെ ഇവിടെ ക്ലിയർ ആവും. ഇനി എനിക്ക് വേണ്ട എന്താണ്, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അതിന് മുന്നേ ഈ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്തുകൊണ്ട് പോകാം അല്ലേ, ഓർഡറായിട്ട് പോകാം. ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മീഡിയ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയയിൽ ക്ലിക്ക് ചെയ്യാൻ മസ്റ്റായിട്ടും, പിന്നെ ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ടൂൾ മെനു ഓൺ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് 3D കിയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 3D കിയർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ 3D കിയർ ഇവിടേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഒരു ടൂളാണ് സെലക്ട് ചെയ്യുന്നത്. കൺഫേം ആക്കി തിരിച്ച് നമ്മുടെ വ്യൂവറിൻ്റെ അകത്ത് വന്നു. ഇതാണ് വ്യൂവർ അല്ലേ. വ്യൂവറിൽ വന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗം, അതായത് ഈ പച്ച സ്ക്രീനിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എവിടേക്കൂടെയൊക്കെ വര പോകുന്നുണ്ടോ അതിലൂടെയുള്ള പച്ച കളറൊക്കെ ഡിലീറ്റ് ആയിട്ട് പോകും. ഓക്കെ അല്ലേ? ഇപ്പോൾ കുട്ടിയുടെ മേലേക്ക് കുറച്ചും കൂടെ ഗ്രീൻ കളർ വരുന്നുണ്ട്. അത് ലൈറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പച്ച കളർ വരാത്ത രീതിയിൽ നിങ്ങൾ നല്ല ലൈറ്റിംഗ്, പ്രോപ്പറായ ലൈറ്റിംഗ് കൊടുക്കുക കേട്ടോ. എനിക്ക് ചെറിയൊരു ബൾബ് ടച്ച് ചെയ്യാൻ പറ്റിയ വീട്ടിൽ നിന്നാണ് ചെയ്തത്. ഓക്കെ, ഇത് കുറച്ചും കൂടെ മയക്കാൻ പറ്റും. എങ്ങനെയാണ്, തിരിച്ച് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്ന് ഈ പ്ലസ് ബട്ടൺ കണ്ട ഇവിടെ മസ്റ്റായിട്ട് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തിരിച്ച് വരിക. എന്നിട്ട് ഒന്ന് സൂം ചെയ്ത് വെക്കണമെങ്കിൽ കമാൻഡ് അല്ലെങ്കിൽ കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൗസ് വീൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സൂം ഔട്ടോ. ഒന്നുകൂടെ പ്ലസ് ബട്ടൺ ആണെന്ന് കൺഫേം ആക്കുക, എന്നിട്ട് വരയ്ക്കുക കേട്ടോ. അതായത് ഈ ഒരു ബട്ടൺ സെലക്ട് ആയി പോയി കഴിഞ്ഞാൽ
വീണ്ടും മൊത്തത്തിൽ ആദ്യം മുതലേ മായാൻ തുടങ്ങും. അതുപോലെ പ്ലസ് ബട്ടൺ തന്നെയാണെന്ന് കൺഫേം ആക്കിയ ശേഷം മാത്രം ഇതേപോലെ മായ്ക്കുക. കണ്ടോ ഇപ്പോൾ മാക്സിമം പച്ച കളർ പോയി കിട്ടുന്നുണ്ട്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പോയ ഭാഗം നോക്കണ്ട, അത് ട്യൂട്ടോറിയലായിട്ട് മാത്രം വീണ്ടും പറയാണ്, ട്യൂട്ടോറിയലായിട്ട് മാത്രം കാണുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടിയില്ലേ. ഇനി ഈ കാണുന്ന കുറച്ച് പച്ച കളറുകൾ ഇത് അവിടെയൊക്കെ ഉണ്ടല്ലേ, അതിനൊന്ന് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഡസ്പിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഡസ്പിൽ മുഴുവനായിട്ട് മുന്നോട്ടേക്ക് നീക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറയുടെ ക്ലിയർ അത്രയേ ഉള്ളൂ, ഞാൻ ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയിൽ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയും സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളയണം. അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്നറിയോ, നമുക്ക് ഇവിടെ നിന്ന് ഒരു റെക്റ്റാങ്കിൾ മാസ്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടേക്ക് റെക്റ്റാങ്കിൾ മാസ്ക് ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മീഡിയയിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം, പക്ഷേ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ റെക്റ്റാങ്കിൾ മാസ്ക് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആദ്യം വന്ന മെർജിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെയാണ്, ആദ്യം വന്ന മെർജിൽ കണക്ട് ചെയ്ത് ഇതിൻ്റെ വലിപ്പം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എത്രത്തോളം കുട്ടി ഉണ്ടാവും എന്നുള്ള ഭാഗം മാക്സിമം ചുരുക്കി വെക്കുന്നതായിരിക്കും നന്നാവുക. പുറത്തേക്കുള്ള ഭാഗത്തേക്കുള്ള ഗ്രീൻ സ്ക്രീനൊക്കെ അതിലങ്ങ് റിമൂവ് ആയിട്ട് പോയിക്കോളും. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റ് പരിപാടി കഴിഞ്ഞു. ഇനി കുട്ടിയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യണം. നമുക്ക് ഈ മെർജിൻ്റെ അകത്ത് വന്ന് ചെയ്യാൻ പറ്റും, പക്ഷേ അതിനെക്കൂടെ എളുപ്പം എന്താണെന്നറിയാം, ഇവന്മാരെ മൊത്തം സെലക്ട് ചെയ്ത് ഒന്ന് ബാക്കോട്ടേക്ക് ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് മെർജിന് സെക്കൻഡ് മെർജിൻ്റെ ഇടയിലായിട്ട് ഒരു ട്രാൻസ്ഫോം നോഡ് ആഡ് ചെയ്യണം. എങ്ങനെയാണ്? ഈ മെർജിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ട്രാൻസ്ഫോം എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ട്രാൻസ്ഫോം നോഡ് കാണാൻ പറ്റും. XF എന്ന് സെർച്ച് ചെയ്താലും മതി കേട്ടോ, അവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നോട്ടറി കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസ് കുറയും കേട്ടോ. ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ഈ XFൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്ത് പോകണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മീഡിയ പൂൾ ഓൺ ചെയ്യാം. മീഡിയ പൂൾ ഓൺ ചെയ്ത് മീഡിയ പൂളിലേക്ക് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് ഫോട്ടോസാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺറിയൽ എഞ്ചിനിൽ ക്രിയേറ്റ് ചെയ്യാം, അഥവാ 3D സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്താണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ നെറ്റിൽ ഡൗൺലോഡ് ചെയ്തൊരു ഫോട്ടോ ആണ്. ഇത് ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വർക്ക് ഫ്ലോയിലേക്ക് ആഡ് ചെയ്യാണ്. അതിൻ്റെ മീഡിയ പൂൾ വീണ്ടും ഓഫ് ചെയ്തു. ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ റെസൊല്യൂഷൻ ഇപ്പോൾ 4K ആണ്. ആ ഒരു 4K റെസൊല്യൂഷനിലേക്ക് നമുക്ക് ഈ ഒരു വീഡിയോനെ സ്വിച്ച് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് റീസൈസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റീസൈസ് നോഡ് എന്ന് പറഞ്ഞ നോഡ് കാണാൻ പറ്റും. റീസൈസ് അല്ല, അതിൻ്റെ താഴെ റീസൈസ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അതിന് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവിടുന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ച ശേഷം ഈ മെർജ് ടു കണ്ടോ, അതിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യുക. എവിടേക്കാണ്? ഔട്ടിലേക്ക് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് ആയിട്ടും ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും വരും. ഇപ്പോൾ ഈ റെസൊല്യൂഷൻ ഇത്തിരി ചേഞ്ച് ആയി പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ഒത്തിരി കംപ്രസ് ആയി പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ റീസൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക. എന്നിട്ട് പിടുത്താണോ ഹൈറ്റ് ആണോ മാറിപ്പോയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ കണ്ടോ ഇതേപോലെ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഓക്കെയാണേ. ഇനി എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ ബാക്കിലേക്കും മോളെ ഇമേജിനെ ഫ്രണ്ടിലേക്കും കൊണ്ടുവരണം അല്ലേ. അതിനുവേണ്ടി ലാസ്റ്റ് കണക്ട് ചെയ്തേക്കുന്നത്, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് കണക്ട് ചെയ്തേക്കുന്നത് പച്ച കണക്ടറിലാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിന് എപ്പോഴും മഞ്ഞ കണക്റ്റിൽ കണക്ട് ചെയ്യണം, ഫോർഗ്രൗണ്ടിനെ പച്ച കണക്റ്റിൽ കണക്ട് ചെയ്യണം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞ് വരും. കണ്ടോ, ഇവിടെ മഞ്ഞയായി, ഇവിടെ പച്ചയായി. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായി. പക്ഷേ നമുക്കിവിടെ ബ്ലാക്ക് കളർ ഇപ്പോഴും കിടക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ കാരണക്കാരൻ ആരാണെന്നറിയാം, നമ്മൾ ആദ്യം ആഡ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, ജസ്റ്റ് BG എന്നടിച്ച് ആഡ് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ടാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ടറിൽ വന്നിട്ട് അതിൽ ആൽഫ ചാനലൊന്ന് 0ലേക്ക് കൊണ്ടുവരിക. അതേപോലെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ആഡ് ചെയ്തിട്ട് അതിലും ക്ലിക്ക് ചെയ്യുക, അവനെ ഒന്ന് 0ലേക്ക് കൊണ്ടുവരിക. കണ്ടോ, രണ്ടിൻ്റെ ആൽഫ ചാനൽ 0 ആക്കിയ സമയത്ത് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറി. ഇനി നമുക്ക് കുട്ടിയുടെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യുക, നമ്മൾ ഇവിടെ ആഡ് ചെയ്തേക്കുന്ന ട്രാൻസ്ഫോം നോഡ് ഉണ്ടല്ലോ, അതായത് കുട്ടിയുടെ വീഡിയോ വന്ന് ചേരുന്ന ട്രാൻസ്ഫോം നോഡ്, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്ടറിൽ വന്നിട്ട് സൈസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇവിടുന്ന് പൊങ്ങി പോകുന്നത് കാണിക്കാം. ഇത് പെർഫെക്റ്റ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ ട്യൂട്ടോറിയലായിട്ടേ കാണാവുള്ളൂ. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് അതേപോലെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടുന്ന് കുട്ടി മേലോട്ട് പോകുന്ന ഒരു സീന് സെറ്റാക്കി കാണിച്ചു തരാം. ഫ്രണ്ടിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആഡ് ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ബേസ് ഒന്ന് കാണിച്ചു തരാം. ഈ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും വ്യൂവറിൻ്റെ അകത്ത് വരിക. എന്നിട്ട് ഈ പ്ലേ ഹെഡ് കണ്ട ചുവന്നൊരു സംഭവം അത് ഏറ്റവും ബാക്കിൽ, അതായത് 0ൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ 0 ഫ്രെയിം ആണെന്ന് കാണാൻ പറ്റും. ഓക്കെയാണ്. ഈ 0ൽ കൊണ്ടുവച്ച ശേഷം അവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ്, ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്ന് സെൻറ്റർ പോയിന്റ് കണ്ടോ, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആനിമേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെയാണ്. എന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് നോക്കുക. നമുക്ക് എവിടെ നിന്നാണ് പറന്ന് പൊന്തേണ്ടത് നോക്കുക. ഇവിടെ വരെ ഇവിടുന്ന് പറന്ന് പൊന്താം. അപ്പോൾ അവിടേക്ക് നമുക്ക് വീണ്ടും ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടുന്ന് പൊന്തിയിട്ട് ഏകദേശം ഒരു 80 ഫ്രെയിം ആകുമ്പോഴേക്കും മേലെ എത്തണമെന്ന് കരുതുക. അപ്പോൾ 80 ഫ്രെയിമിലേക്ക് ഇവിടെ ഈ ഒരു പ്ലേ ഹെഡ് കൊണ്ടുവയ്ക്കുക. ഇവിടെ 80 ആണെന്ന് കൺഫേം ആക്കുക. തിരിച്ച് നമ്മുടെ സെൻറ്റർ പോയിന്റിൽ വരിക. എവിടെയാണ്, ഇൻസ്പെക്ടറിൻ്റെ അകത്ത് സെൻറ്റർ പോയിന്റിൽ വന്നിട്ട് Y പൊസിഷൻ
മേലേക്ക് കൊണ്ടുപോകാം. കണ്ടോ? ഇതേപോലെ പൊങ്ങി വരിക. നോക്കാം. ഇതേപോലെ കുട്ടി ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന ഒരു സീൻ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക്. അതായത് കീ ഫ്രെയിം അപ്ലൈ ചെയ്തുകൊണ്ട് കുട്ടീനെ മൂവ്മെൻറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൽ മോഷൻ ബ്ലർ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോം തന്നെ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് സെറ്റിങ്സ് കേട്ടോ. എന്നിട്ട് ഇവിടെ മോഷൻ ബ്ലർ ഓൺ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോഷൻ ബ്ലറൊക്കെ കിട്ടും കേട്ടോ. കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും കണ്ടോ. ഞാൻ ഓൺ ചെയ്ത സമയത്ത് തന്നെ ആ മോഷൻ ബ്ലർ അവിടെ അപ്ലൈ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. കണ്ടോ? ഇത് സ്റ്റക്കായിട്ട് പോകുന്നതുകൊണ്ടാണ്. ഫ്രീ ആയിട്ട് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിനെ സ്പ്ലൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് സ്പ്ലൈനൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഫോഗോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഗ് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് താഴേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ ഇടയിലേക്ക് ഒരു ഫോഗ് ആഡ് ചെയ്യണം. ഫോഗ് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന മാറ്റങ്ങൾ വരുത്തുന്ന സമയത്തൊക്കെ ഈ ലിങ്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടും ലിങ്ക് തരാൻ പറ്റില്ലെങ്കിൽ എഴുതിടാൻ നിൽക്കരുതെന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്നതിനൊന്നും കാര്യം ഉണ്ടാവില്ല. ആ ലിങ്ക് കിട്ടാത്തതിന് തെറി വിളിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് തൽക്കാലം ലിങ്കിൻ്റെ കാര്യം വിടാം. നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതിനെ വീണ്ടും ഈ ഒരു മെർജിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഫോർഗ്രൗണ്ട് തന്നെയാണ് കിട്ടേണ്ടത്. ഇപ്പോൾ കണ്ട ഇവിടെ റെസൊല്യൂഷൻ മാറിപ്പോയി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റെസൊല്യൂഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റീസൈസ് നോഡിനെ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ. റീസൈസ് നോഡിനെ ആഡ് ചെയ്ത് കൊടുത്തു, ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മെർജിൻ്റെ അകത്ത് വന്ന് ഇത്തിരി സൈസ് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവൽ ഇവിടേക്ക് ആഡ് ചെയ്യുക. അത് നമുക്ക് ഡെൽറ്റ ഗിയർ മതി. ഡെൽറ്റ ഗിയർ അല്ലെ 3D ഗിയർ ഏതെങ്കിലും ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു പിക്കർ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് പച്ച സ്ക്രീൻ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ലുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോകാം. ഇപ്പോൾ ഇത് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ ചെറിയൊരു കളർ ഗ്രേഡിങ് കൂടെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അടിപൊളി എപ്പിക് മ്യൂസിക് കൂടെ ആഡ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രീ പ്രൊഡക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് മാറും കേട്ടോ. ഇനി കൂടുതൽ ഡാവിഞ്ചി റിസോൾവ് അല്ലെങ്കിൽ ഫ്യൂഷനൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.